എല്ലാവർക്കും നമസ്കാരം. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ എക്സാം ഡേറ്റ് വന്നു, കൺഫർമേഷൻ വന്നു. ഇപ്പോഴത്തെ പുതിയ സിലബസ് വന്നിരിക്കുകയാണ്. അപ്പോൾ സിലബസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ എന്താകണം, സ്ട്രോങ് ആയിട്ട് പഠിക്കണം. അപ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെ പഠിക്കണം ഐഡിയ നമുക്ക് കിട്ടും. നമുക്ക് ആദ്യം സിലബസിലേക്ക് പോകാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ മുൻകൂട്ടായിട്ട് പറയുകയാണ്. ഒന്ന്, കൃത്യമായ സ്റ്റഡി പ്ലാനാണ് മാസ്റ്റർ കി അക്കാഡമി ഫോളോ ചെയ്യാൻ പോകുന്നത്. അതായത് മെയ് 31 പുതിയ ബാച്ച് തുടങ്ങുന്നത്. ആ ബാച്ചിൽ നമ്മൾ ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് നൽകും. എങ്ങനെ? ന്യൂ സിലബസ് ബേസ്ഡ്. അപ്പോൾ ന്യൂ സിലബസ് ബേസ്ഡ് ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് നൽകും. ഡെയിലി എക്സാം ഉണ്ടാകും. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ മാസ്റ്റർ കി അക്കാഡമി പഠിപ്പിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകും എങ്ങനെ പഠിക്കണമെന്ന്. ഓരോ മൊഡ്യൂളും തീർന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഡെയിലി പഠിക്കാൻ പറ്റും, ഡെയിലി എക്സാം എഴുതാൻ പറ്റും. ഓരോ ദിവസവും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ റാങ്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ ഒട്ടും പഠിക്കാത്തവരാണെങ്കിൽ പോലും, ആദ്യം മുതൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് മാസ്റ്റർ കി ജോയിൻ ചെയ്യുക, നന്നായി പഠിക്കുക. നമുക്ക് നേരെ എന്തിലേക്ക് പോകാം? സിലബസിലേക്ക് പോകാം. 10 മൊഡ്യൂളാണുള്ളത്. കണ്ടേ, ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗ്രേഡ് 2 ഇൻ ദ കേരള സ്റ്റേറ്റ് പ്രോസിക്യൂഷൻ സർവീസ്, കാറ്റഗറി നമ്പർ 694/2025. ഓക്കെ, ആകെ 100 മാർക്കാണ്. ഓരോ മൊഡ്യൂളിനും കൃത്യമായ മാർക്ക് പറയുന്നുണ്ട്. നമ്മൾ വിചാരിക്കും പോലെ 10 മൊഡ്യൂളിനും 10 മാർക്ക് വെച്ച് 100 മാർക്കല്ല. അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് മൊഡ്യൂൾ എന്താണ്? ജൂറിസ്പ്രുഡൻസ് ആണ്. 5 മാർക്കേ ഉള്ളൂ. ഇതെനിക്ക് തോന്നുന്നു ഓൾറെഡി നമ്മൾ ലീഗൽ ലെസനൊക്കെ പഠിച്ച ടോപ്പിക് തന്നെയാണ്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആണ്. അതിന് 10 മാർക്കുണ്ട്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ഇതാണ്, ജൂറിസ്പ്രുഡൻസ് ആണ്, 5 മാർക്കേ ഉള്ളൂ. സെക്കൻഡ് മൊഡ്യൂൾ എത്രയാണ് മക്കളെ? 10 മാർക്കുണ്ട്. നമുക്ക് തേർഡ് മൊഡ്യൂൾ നോക്കാം. തേർഡ് മൊഡ്യൂൾ വരുമ്പോഴത്തേക്ക് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി കൺസ്ട്രക്ഷൻ ആണ്. അതിന് 5 മാർക്കാണ് വരുന്നത്. മൊഡ്യൂൾ 4 വരുന്നത് സബ്സ്റ്റാൻറ്റീവ് ക്രിമിനൽ ലോ മേജർ സ്റ്റാറ്റ്യൂട്ട് ആണ്. വരുന്നത് 15 മാർക്ക് വരുന്നുണ്ട്. 15 മാർക്ക്. 6ാമത്തെ മൊഡ്യൂൾ വരുന്നത് ലോ ഓഫ് എവിഡൻസ് ആണ്. അതിന് 10 മാർക്ക്. 7ാമത്തെ മൊഡ്യൂൾ വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഡേറ്റ പ്രൊട്ടക്ഷൻ ലോസ് ആണ്. അതിന് 10 മാർക്ക്. അപ്പോൾ നിങ്ങളിത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഓരോ കാര്യങ്ങളും പഠിക്കേണ്ടത് ഓരോരോ പോയിന്റ് ആയിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ മൊഡ്യൂൾ 7 ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഡേറ്റ പ്രൊട്ടക്ഷൻ ലോസ് ആണ്. 8ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ക്രിമിനൽ ലോ ആണ്, മൈനർ ആക്ട്സ് ആണ്. 20 മാർക്കിനുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോളുക, 8ാമത്തെ മൊഡ്യൂൾ 20 മാർക്കാണ്. ഏതാണത്? ക്രിമിനൽ ലോ ആണ്, മൈനർ ലോസ്. ഓക്കെ. 9ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ലോ റിലേറ്റിംഗ് ടു അഡ്വക്കേറ്റ്സ് ആണ്. 5 മാർക്ക്. ലോ റിലേറ്റഡ് ടു അഡ്വക്കേറ്റ്സ് 5 മാർക്ക്. 10ാമത്തെ മൊഡ്യൂൾ പറയുന്നത് പബ്ലിക് ഇന്റർനാഷണൽ ലോ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ലോ ആണ്. അതൊരു 5 മാർക്ക്. അങ്ങനെ 10 മൊഡ്യൂളാണുള്ളത്. ആ മൊഡ്യൂളിലെ മാർക്ക് ഓരോ മൊഡ്യൂൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചിലത് 5 മാർക്കുണ്ട്, 10 മാർക്കുണ്ട്, 15 മാർക്കുണ്ട്, 20 മാർക്കുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം സിലബസ് ആദ്യം ഫോട്ടോ കോപ്പി എടുത്ത് വെക്കുക. പഠിക്കുന്ന ഓരോ ടോപ്പിക്കുകൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അങ്ങനെ സിലബസ് കൃത്യമായി പൂർത്തിയാക്കുക. നമ്മളൊരു 60 ദിവസം സ്റ്റഡി പ്ലാനാണ് പ്ലാൻ ചെയ്യുന്നത്. 60 ദിവസം കൊണ്ട് നമ്മൾ സിലബസ് മാക്സിമം ഫിനിഷ് ചെയ്യും. ഡെയിലി പഠിക്കാൻ ടോപ്പിക്ക് നൽകും. ഡെയിലി എക്സാം ഉണ്ടാകും. അപ്പോൾ എത്രയും പെട്ടെന്ന് മാസ്റ്റർ കി ജോയിൻ ചെയ്യുക. ചെറിയൊരു ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. 1ാം റാങ്കിനായി പഠിക്കാം. നിങ്ങൾക്ക് 1ാമത് എത്താം. താങ്ക് യു.